റഷ്യയുടെ അത്യാധുനിക അന്തർവാഹിനിയായ യാസൻ ക്ലാസ് സബ്മറൈൻസ് ഇതൊരു അറ്റാക്ക് സബ്മറൈൻ കാറ്റഗറിക്ക് കീഴിലാണ് വരിക. ഇത്തരം വളരെ അത്യാധുനിക അന്തർവാഹിനി കപ്പൽ ചില ആഴ്ചകൾക്ക് മുൻപ് നാറ്റോയിലുള്ള 10 P-8 പൊസൈഡൻസ്, ഒരു കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ്, പല ഫ്രിഗേറ്റ്സ്, പല ഡെസ്ട്രോയേഴ്സ്, വീണ്ടും ഒരുപാട് ചാര വിമാനങ്ങൾ ചേർന്ന് വല വീശി തിരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ വളരെ ആശ്ചര്യം തോന്നുകയാണ്. ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ചിന്ത വരികയാണ്. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം നോർവേജിയൻ സീയിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ട്. റഷ്യയുടെ യാസൻ ക്ലാസ് സബ്മറൈൻസിനെ അമേരിക്ക വല വീശി തിരഞ്ഞിട്ടുണ്ട്. അങ്ങനെ തിരഞ്ഞു എന്നുണ്ടെങ്കിൽ അവിടെ ആ കപ്പൽ ഉണ്ടാകാനുള്ള ഏതോ ഒരു സൂചന ഇവർക്ക് ലഭിച്ചിട്ടുണ്ടാകണം. അമേരിക്കയുടെ ഒരു കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് അവിടെയുണ്ട്. അതിന്റെ ട്രാക്കിംഗ് റേഞ്ചിനുള്ളിൽ സബ്മറൈൻ ഉണ്ടെങ്കിൽ ആ സബ്മറൈന് അതൊരു വലിയ പ്രശ്നമല്ല. അകത്തുള്ള ആ കരിയർ ബാറ്റിൽ ഗ്രൂപ്പിനായിരിക്കും അതൊരു വലിയ പ്രശ്നമായി മാറുക. അപ്പോ നാറ്റോയുടെ ഫ്ലീറ്റിനടുത്ത് റഷ്യയുടെ അന്തർവാഹിനി വന്നോ എന്നൊരു സംശയം അവിടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോയിലൂടെ വളരെ രസകരമായ കാര്യങ്ങളാണ് അറിയാൻ പോകുന്നത്. സത്യത്തിൽ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. USS ജെറാൾഡ് ഫോർഡ് അമേരിക്കയുടെ 6th ഫ്ലീറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പാണ്. ഇവരുടെ ഒരു മിഷൻ റോൾ എന്നത് അറ്റ്ലാന്റിക് ഓഷ്യൻ, നോർത്തേൺ സീ, നോർവീജിയൻ സീ, ഈ ആർട്ടിക് പ്രദേശത്ത് പെട്രോളിംഗ് നടത്തുക, ആർട്ടിക് റീജിയൻ, യൂറോപ്പ് കോണ്ടിനെന്റിലുള്ള നാറ്റോ മെമ്പേഴ്സിന് പ്രൊട്ടക്ഷൻ നൽകുക, സർവൈലൻസ് ഒക്കെ നടത്തുക, ഇതെല്ലാം ഈ ഫ്ലീറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഇവരുടെ റൊട്ടീൻ മിഷൻ അനുസരിച്ച് ഓഗസ്റ്റ് മാസം അവസാനം മുതൽ സെപ്റ്റംബർ മാസം ഈ സമയം വരെയും നോർവേ ഓസ്ലോ പോർട്ടിലേക്ക് ഇവർ വരണം. അവിടെ ഷെഡ്യൂൾഡ് മെയിൻ്റനൻസ്, അവിടെ ചില പ്രത്യേക കാലം തങ്ങുക, ഇങ്ങനെ അവരുടെ ഒരു കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് ഈ ഒരു കടൽ പ്രദേശത്ത് ആക്റ്റീവ് ആയിരിക്കണം. ഈ മിഷനിൽ വരാൻ ഓഗസ്റ്റ് മാസം 29-ാം തീയതി നോർവീജിയൻ കടലിനുള്ളിലേക്ക് ഈ കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് എൻ്റർ ആകുന്നു. ഇങ്ങനെ അവർ എൻ്റർ ആയതിനു ശേഷം ഒരു അൺയൂഷ്വൽ ആയ ആക്ടിവിറ്റി ഈ വിമാനവാഹിനി കപ്പലിലുള്ള ക്രൂ മെമ്പേഴ്സ് ശ്രദ്ധിക്കുന്നു. പ്രധാനമായും ഈ സോണാർ യൂണിറ്റിലുള്ള വ്യക്തികൾ ശ്രദ്ധിക്കുകയാണ്. EMF എന്ന് പറയുമല്ലോ, ഈ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു സബ്മറൈൻ അകത്തേക്ക് വരുന്നു, അത് നിങ്ങൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലുള്ള ഒരു വഴിയാണ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അനലൈസ് ചെയ്ത് ഒരു അന്തർവാഹിനി കടലിനടിയിലൂടെ പോകുമ്പോൾ അതിലുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടെത്തുക. ഈ സോണാർ വേവ്സും അതിന്റെ അക്വാസ്റ്റിക് സിഗ്നേച്ചേഴ്സും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അൺയൂഷ്വൽ ആയ ഒരു EMF അവിടെ പ്രൊഡ്യൂസ് ആകുന്നത് ഈ കപ്പൽ ക്രൂ മെമ്പേഴ്സ് കണ്ടെത്തുന്നു. ഉടൻ തന്നെ ആ കരിയർ ബാറ്റിൽ ഗ്രൂപ്പിനെ അലേർട്ട് ചെയ്യുന്നു. ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടി തൊട്ടടുത്ത് ഏതോ ഒരു സബ്മറൈൻ ഉണ്ട്, അതും ഒരു ആണവോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അന്തർവാഹിനി ആയിരിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ചുള്ള തിരച്ചിലുകൾ നടത്താൻ തുടങ്ങി. ഇതിന് മുൻപുള്ള സാറ്റലൈറ്റ് ഡാറ്റാസ് ഒക്കെ പ്രോസസ് ചെയ്ത് നോക്കിയപ്പോൾ തൊട്ടടുത്ത് തന്നെ നോർവേയിൽ നിന്നും വേറെ 60 കിലോമീറ്റർ ദൂരത്തിൽ റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട സെപ്പന്യ ലിറ്റ്സ സബ്മറൈൻ ബേസ് ഉണ്ട്. ഈ ലിറ്റ്സ സബ്മറൈൻ ബേസ് എന്നത് നോർവേയുടെ ബോർഡറിൽ നിന്നും 60-65 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു പ്രദേശമാണ്. ഇതിന്റെ ഡാറ്റാസ് ഒക്കെ എടുത്ത് പ്രോസസ് ചെയ്ത് നോക്കുമ്പോൾ 2 ദിവസങ്ങൾക്ക് മുൻപ് വരെ ഈ 3 അന്തർവാഹിനി കപ്പലുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് 2 അന്തർവാഹിനികളെ കാണാനില്ല. SN ക്ലാസ് സബ്മറൈൻസിന്റെ ഹോം പോർട്ടാണത്. ഇവിടെ നിർത്തിവെച്ചിരുന്ന അന്തർവാഹിനികളിൽ 2 അന്തർവാഹിനികളെ കാണാനില്ല. റീസെന്റ് ടൈംസിൽ എടുത്ത സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെ എടുത്ത് പ്രോസസ് ചെയ്ത് നോക്കുമ്പോൾ 2 അന്തർവാഹിനികൾ അവിടെ ഇല്ല എന്നുള്ളതും ഉറപ്പായി. ഇപ്പോൾ അടുത്തിടെ എടുത്ത സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇതിൽ 3 സബ്മറൈൻസ് ഉണ്ടാകും. എന്നാൽ അവിടെയുള്ള ഈ 3-ൽ 1 മാത്രമാണ് SN ക്ലാസ്. ഈ ടോപ്പിലുള്ളത് SN ക്ലാസ് ആണ്. അതിന്റെ സൈസ് കമ്പാരിസൺ കണ്ടാൽ തന്നെ മനസ്സിലാകും. മറ്റ് 2ഉം SN ക്ലാസ് അല്ല, സാധാരണ അറ്റാക്ക് സബ്മറൈൻസ് ആണ്. അപ്പോൾ 2 അന്തർവാഹിനികൾ എവിടെയാണ് പോയത്? ഈ 2 അന്തർവാഹിനികളും അടുത്തിടെയാണ് ഈ പോർട്ട് വിട്ട് പുറത്തേക്ക് പോയത്. പോർട്ട് വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും തന്നെ അതുണ്ടാകാനും സാധ്യതയുണ്ട്. നമ്മുടെ സിസ്റ്റംസിൽ എന്തോ ഒരു അബ്നോർമൽ ആക്ടിവിറ്റി പതിഞ്ഞുവെന്നുണ്ടെങ്കിൽ ഈ സബ്മറൈൻ തൊട്ടടുത്ത് എവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഉടൻ തന്നെ അവരുടെ സെർച്ച് ഓപ്പറേഷൻസ് ആരംഭിക്കുന്നു. ഇവർ ആരംഭിച്ച ഈ സെർച്ച് ഓപ്പറേഷൻ എന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെറിയ രീതിയിലൊന്നും ആയിരുന്നില്ല, വളരെ വലിയ അളവിൽ തന്നെ ചെയ്തു. ഏകദേശം 10 P-8 പൊസൈഡൻ എയർക്രാഫ്റ്റ്, ഒരു കരിയർ ബാറ്റിൽ ഗ്രൂപ്പ്, കൂടാതെ 4 ഫ്രിഗേറ്റ്സ്, ഇവയെല്ലാം പ്രത്യേകം അകത്തേക്ക് വന്നു. UK-യിലുള്ള ചില യുദ്ധവിമാനങ്ങളും ഇതിൽ ചേർന്നിട്ടുണ്ട്. വീണ്ടും കൃത്യമായി കണക്ക് പറയുകയാണെങ്കിൽ സ്കോട്ട്ലാൻഡിലുള്ള ലെസിമോത്ത് എയർബേസിൽ നിന്നും 8 P-8 പൊസൈഡൻ എയർക്രാഫ്റ്റ് തിരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഐസ്ലാൻഡിലുള്ള അമേരിക്കയുടെ പാട്രോൾ എയർക്രാഫ്റ്റിലുള്ള 4 യുദ്ധവിമാനങ്ങളും ഇതിനെ ട്രാക്ക് ചെയ്യാനായി വന്നു. ഇതിനെക്കുറിച്ചൊരു ക്ലൂ ലഭിക്കാൻ കണ്ടെത്താനായി അകത്തേക്ക് വന്നിട്ടുണ്ട്. 2 P-8 പൊസൈഡൻ എയർക്രാഫ്റ്റ്സ് റീഡെപ്ലോയ് ചെയ്യുകയും ഈ പ്രദേശത്തേക്ക് അയക്കുകയും ചെയ്തു. കൂടെ തന്നെ UK-യുടെ റോയൽ എയർഫോഴ്സിന്റെ 4-5 യുദ്ധവിമാനങ്ങൾ ഈ ഒരു മിഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു വാർ ടൈമിൽ എങ്ങനെ ഒരു റിയാക്ഷൻ ആണോ നൽകുന്നത് അതുപോലൊരു റിയാക്ഷൻ
ഇവിടെ ഈ ഒരു ചെറിയ സിഗ്നൽ ഡീവിയേഷൻ ലഭിച്ചത് കൊണ്ട് തന്നെ അമേരിക്ക ചെയ്തിട്ടുണ്ട്. ശരി, ഇനി അകത്ത് ഈ വെള്ളത്തിനടിയിൽ സബ്മറൈൻസ് ഉണ്ടെങ്കിൽ മാത്രമാണോ ഇങ്ങനെയുള്ള ഡീവിയേഷൻസ് ഒക്കെ കാണിക്കുക? മറ്റെന്തെങ്കിലും ആയിക്കൂടെ എന്നൊരു സംശയം നിങ്ങൾക്ക് വരാം. കാരണം സോണാറിനെ സംബന്ധിച്ച് നിങ്ങളൊരു ഡിവൈസിനെ കണ്ടെത്തുകയാണ്, അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് കൂടുതൽ മീൻകൂട്ടം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു തിമിംഗല കൂട്ടം ഉണ്ടെങ്കിൽ കൂടിയും അവിടെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകാം. കടലിനടിയിൽ പുതുതായി പാതയിൽ മാറ്റം സംഭവിച്ചാൽ, അല്ലെങ്കിൽ ആഴക്കടലിലുള്ള വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ച് കടലിനടിയിലെ ഭൂമിയുടെ ഘടന മാറിയാലോ ഒക്കെ ചില ഫ്ലക്ച്വേഷൻസ് സംഭവിക്കാം. അമേരിക്ക അത് മനസ്സിലാക്കാതെ അത് മിസ് ഐഡന്റിഫൈ ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത ഇവിടെ ഇല്ല. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാറ്റം സംഭവിക്കുന്നുവെന്നുണ്ടെങ്കിൽ അവിടെ മാൻമെയ്ഡ് ഒബ്സ്റ്റക്കിൾസ് എന്തെങ്കിലും ഉണ്ടാകണം. അതായത് ഒരു വലിയ അന്തർവാഹിനി അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ മുങ്ങിയിരിക്കുന്ന ഏതോ ഒരു വലിയ ഒബ്ജക്റ്റ്, മാൻമെയ്ഡ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഡീവിയേഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് അമേരിക്ക പിക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് ഏതോ ഒരു വലിയ ഒബ്ജക്റ്റ് ഉണ്ടാകണം. എന്നാൽ അത് എന്താണെന്ന് ഇവരെ കൊണ്ട് ഗസ് ചെയ്യാൻ കഴിയുന്നില്ല. തൊട്ടടുത്തുള്ള പോർട്ടിൽ നിന്നും 2 സബ്മറൈൻ കാണാനില്ല. അതും റീസെന്റ് ടൈമിലാണ് ആ സബ്മറൈൻസ് അവിടെ നിന്നും പുറത്തേക്ക് പോയത്. അപ്പൊ പിന്നെ സബ്മറൈൻസിനെയാണ് നമ്മൾ കണ്ടെത്തിയതെന്ന ചിന്തയോടുകൂടി അവർ തിരയാൻ തുടങ്ങി. തീർച്ചയായും അമേരിക്കയുടെ കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന് ഈ ഒരു സബ്മറൈൻ ഒരു ഭീഷണിയായി തന്നെ മാറിയിട്ടുണ്ടാകാം. ഒരു പക്ഷേ നമ്മെക്കുറിച്ചുള്ള ഡാറ്റാസ് അവർ എടുത്തിട്ടുണ്ടാകുമോ എന്ന് അവർ ഉറപ്പിച്ചു തന്നെ പറയുന്നു. ഇതെല്ലാം റീസെന്റ് ടൈംസിൽ പുറത്ത് വലിയൊരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. ഞാൻ ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു സംശയം അവിടെ വരണം. ഈ കരിയർ ബാറ്റിൽ ഗ്രൂപ്പിലും സബ്മറൈൻസ് ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ സബ്മറൈൻസ് ഉപയോഗിച്ച് എന്തുകൊണ്ട് ഈ അന്തർവാഹിനിയെ പിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് ഇത്രയും വലിയൊരു പ്രശ്നം വെറുതെ ക്രിയേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ അമേരിക്കൻ സബ്മറൈൻസ് ക്യാപ്പബിളായ ഒന്ന് തന്നെയാണ്. എന്നാൽ ഇതുവരെയും വളരെ ആഴത്തിലേക്ക് പോയ സബ്മറൈൻ ആഴക്കടലിലേക്ക് എത്രത്തോളം ഡെപ്തിൽ ട്രാവൽ ചെയ്തു എന്നുള്ളൊരു കണക്കെടുത്താൽ അതിന്റെ റെക്കോർഡ് ഈ SN ക്ലാസ് സബ്മറൈൻസ് ആണ് നേടിയിട്ടുള്ളത്. ഇതിന്റെ മാക്സിമം സബ്മറൈസബിൾ ഡെപ്ത് എത്രയാണെന്ന് നോക്കിയാൽ, അതായത് കടലിനടിയിലേക്ക് എത്രത്തോളം ആഴത്തിൽ ഇവയെ കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചാൽ അത് 580 മീറ്ററോളം റഷ്യ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മാക്സിമം ക്രഷബിൾ ഡെപ്ത്, അതായത് അകത്തേക്ക് എത്രത്തോളം പോയാൽ അത് ക്രഷ് ആകും, ആ ഒരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ഡമ്മി വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. അത് 645 മീറ്റർ പോകുമ്പോഴാണ് ക്രഷ് ആകുന്നത്. അപ്പോൾ 580 മീറ്റർ ആഴത്തിൽ ഇത് യാത്ര ചെയ്യുമ്പോൾ അത്ര പെട്ടെന്ന് ഈ സബ്മറൈൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. ഒരു പക്ഷേ അമേരിക്കയുടെ സബ്മറൈൻസ് ഉണ്ടെങ്കിൽ പോലും P-8 പോസൈഡൻ എയർക്രാഫ്റ്റ് എന്നത് സോണാർ ബേസ് ഉപയോഗിച്ച് സബ്മറൈൻസിനെ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കടലിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഈ സോണാർ ബേസ് വഴി വളരെ എളുപ്പത്തിൽ തന്നെ ടാർഗറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. എന്നാൽ അതിൽ ഒരു 10 എയർക്രാഫ്റ്റ്സ് ഇവിടെ വന്നു. ഈ 10 എയർക്രാഫ്റ്റ്സ് 300 കിലോമീറ്ററിന് മുകളിൽ സെർച്ച് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. നോർവീജിയൻ കടൽ പ്രദേശത്തു നിന്നും ഐസ്ലാൻഡിനോട് ചേർന്ന പ്രദേശം, ഗ്രീൻലാൻഡിന്റെ കടൽ പ്രദേശം, ആർട്ടിക്കിന്റെ എൻട്രൻസ് എന്നാണ് പറയുന്നത് ഇതിനെ. ഇത്രയേറെ സ്ഥലങ്ങളിൽ തിരഞ്ഞിട്ട് കൂടിയും ഇവരെ കൊണ്ട് ആ സബ്മറൈനെ കുറിച്ചുള്ള ഒരു ട്രേസ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചിന്തിച്ചു നോക്കുക, ഇത്രയേറെ വിമാനങ്ങളെ അകത്തേക്ക് അയച്ചിട്ട് കൂടിയും ഒരു ചെറിയ ക്ലൂ പോലും അവർക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ അവരുടെ സിസ്റ്റം കൃത്യം എന്തോ ഒരു അബ്നോർമൽ ആക്ടിവിറ്റി പിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കൂടിയും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇത് ആക്ച്വലി അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയറിന് ഒരു ഭീഷണിയായി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. അത്രത്തോളം ക്യാപ്പബിൾ ആയ SN സബ്മറൈൻസ് എന്നത് അമേരിക്കയുടെ ഹണ്ടർ ക്ലാസ് സബ്മറൈൻസിന് തുല്യമായ ഒന്നാണ്. ഇതിൽ സിർക്കോൺ ആന്റിഷിപ്പ് മിസൈൽസ് ഉണ്ട്, P-800 ഓണിക്സ് ഉണ്ട്, ലാൻഡ് അറ്റാക്കിന് വേണ്ടി കാലിബർ ക്രൂയിസ് മിസൈൽസ് ഉണ്ട്, കാലിബർ M, കാലിബർ MZ, ഇങ്ങനെ ഒരുപാട് വേരിയന്റ് ഉണ്ട്. മാത്രമല്ല ഇതിൽ ടോർപിഡോ പവറും കൂടുതലാണ്. ഈ 55 mm ടോർപിഡോ ട്യൂബ് വഴി ഇവരെ കൊണ്ട് 2 പ്രധാനപ്പെട്ട ടോർപിഡോസ് ലോഞ്ച് ചെയ്യാൻ കഴിയും. ഈ ടോർപിഡോസ് എങ്ങനെ ആക്ട് ആകുമെന്ന് ചോദിച്ചാൽ, ഒരു എയർക്രാഫ്റ്റ് കാരിയറിനെ സ്ട്രൈക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനും മറ്റ് സബ്മറൈൻസിനെ ഹണ്ട് ചെയ്യുന്നതിനും മറ്റ് സർഫസ് ഷിപ്സ്, ഡെസ്ട്രോയേഴ്സ്, ഫ്രിഗേറ്റ്സ്, ലാൻഡിംഗ് ഷിപ്സ്, ഇങ്ങനെ ഇവയെല്ലാം അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയും 2 പ്രധാനപ്പെട്ട ടൈപ്പ് 53, ടെസ്റ്റ് 71 ഈ പ്രധാനപ്പെട്ട ടോർപിഡോസിനെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്ന് ലൈറ്റ് വെയ്റ്റും ഒന്ന് ഹെവി വെയ്റ്റുമാണ്. ഇതിന്റെ സോണാർ സിഗ്നേച്ചേഴ്സും അതുണ്ടാക്കുന്ന നോയ്സ് റേഷ്യോ എല്ലാം റഷ്യ ഉപയോഗിക്കുന്നതിൽ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഇത്തരം ഒരു സബ്മറൈൻ, അതിന്റെ ടാർഗറ്റിംഗ് സ്ട്രൈക്കിനുള്ളിൽ ഒരു എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ട്. ആ എയർക്രാഫ്റ്റ് കാരിയറിന്റെ ബാറ്റിൽ ഗ്രൂപ്പ് ഉണ്ട്. അവരെ കൊണ്ട് റഷ്യയുടെ സബ്മറൈനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ശരിക്കും പാനിക് സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ക്രിയേറ്റ് ചെയ്തത്, അതും റഷ്യയുടെ ശത്രുക്കൾക്ക്. അപ്പോൾ റീസെന്റ് ടൈമിൽ സംഭവിച്ച ഈ ഒരു കാര്യം നാറ്റോയ്ക്കായാലും നാറ്റോയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ റീസെന്റ് ടൈംസിൽ നടക്കുന്ന എസ്കലേഷൻസ് അധികമാകുന്ന സമയത്തായാലും ശരി, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു സൈക്കോളജിക്കൽ വാർഫെയർ ആയും കൺസിഡർ ചെയ്യുന്നുണ്ട്. മറുവശത്ത് റഷ്യൻ സബ്മറൈൻസിന്റെ സൈലൻസ്ഡ് ആക്ടിവിറ്റിയായും ഇതിനെ കാണുന്നുണ്ട്.
ഇത്രത്തോളം ക്യാപ്പബിളായ ഒരു പ്ലാറ്റ്ഫോം റഷ്യയുടെ പക്കൽ ഉണ്ടെങ്കിൽ നാറ്റോയുടെ മുഴുവൻ ആർട്ടിക് ഫ്ലീറ്റിനും അതൊരു വലിയ ഡേഞ്ചറസ് ആയ റെഡ് ലൈൻ ആണ്. 3 സബ്മറൈൻസേ ഉള്ളൂ. ആ 3 സബ്മറൈൻസിനെ വളരെ എളുപ്പത്തിൽ തന്നെ മുകളിൽ ഉള്ളപ്പോൾ കണ്ടെത്തിയാൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാം. എന്നാൽ ഒരു യുദ്ധ സാഹചര്യത്തിൽ നിങ്ങൾ ഒരു രാജ്യത്തെ ആക്രമിക്കാനായി പോവുകയാണ്. നിങ്ങളുടെ സർഫസ് ഷിപ്സ്, നിങ്ങളുടെ സബ്മറൈൻസ് എല്ലാം റെഡിയായി ആംഡായി അകത്തേക്ക് പോവുകയാണ്. എല്ലാ വെപ്പൺസും, നിങ്ങൾക്ക് ആവശ്യമായ വെപ്പൺസ് എല്ലാം സ്ട്രൈക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്നു. ആ സമയത്ത് യാതൊരു ശബ്ദവുമില്ലാതെ വെള്ളത്തിനടിയിൽ നിന്നും തുളച്ചു പൊങ്ങി ഒരു മിസൈൽ മുകളിലേക്ക് വരുന്നു. അത് നിങ്ങളുടെ കപ്പലിനെ നോക്കി വരികയാണ്. ഒറ്റ സമയത്തിന് ഒരു 10-12 മിസൈൽസ് നിങ്ങളുടെ കപ്പലിനെ നോക്കി അയക്കുകയാണെങ്കിൽ ചിന്തിച്ചു നോക്കുക, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് റിയാക്ഷൻ ടൈം ഒട്ടും തന്നെ ഉണ്ടാവുകയില്ല. അതും ഈ ഒരു സബ്മറൈനെ കൊണ്ട് P800 ഓണിക്സ് ഒക്കെ ഡബിൾ ഡിജിറ്റിൽ ലോഞ്ച് ചെയ്യാൻ കഴിയും. 3 P800 ഓണിക്സിനെ ഒരു ഡെസ്ട്രോയറെ നോക്കി നിങ്ങൾ ലോഞ്ച് ചെയ്താൽ തന്നെ ആ ഡെസ്ട്രോയർ സർവൈവ് ചെയ്യാനുള്ള റേഷ്യോ ഇല്ല. ഒന്നുകിൽ അറ്റാക്ക് ചെയ്യപ്പെട്ട് അൺസർവീസബിൾ ആയി മാറും, അതല്ല എങ്കിൽ അത് നശിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ബ്രഹ്മോസിന്റെ ഒരു പ്രീവിയസ് വേരിയന്റ് ആണ്. ബ്രഹ്മോസിന് ഏതൊക്കെ ഫീച്ചറാണ് ഉള്ളത് അത്രത്തോളം ഫീച്ചർ ഇതിനുമുണ്ട്. അത്രത്തോളം ക്യാപ്പബിൾ ആയ ഒരു സബ്മറൈൻ പെട്ടെന്ന് യാതൊരു ശബ്ദവുമില്ലാതെ നിങ്ങൾക്ക് മുൻപിൽ വരികയാണെങ്കിൽ അതിനേക്കാൾ മോഡേൺ ഡേ വാർഫെയറിൽ നിങ്ങളെ പാനിക് ചെയ്യുന്ന മറ്റൊരു കാര്യമേ ഉണ്ടാവുകയില്ല. ഇത് റഷ്യയുടെ സബ്മറൈൻസിന് മാത്രമല്ല, അമേരിക്കയുടെ പക്കലും ഇതേ കഴിവുള്ള സബ്മറൈൻസ് ഉണ്ട്. ഇതുപോലൊരു സാഹചര്യം നാളെ റഷ്യയ്ക്കും ഉണ്ടാകാം. എന്നാൽ ഇപ്പോൾ റീസെന്റ് ഡേയിൽ സംഭവിച്ചിട്ടുള്ള ഈ ഒരു കാര്യം ഈ SN ക്ലാസ് സബ്മറൈൻസിന്റെ ആ ഒരു സ്റ്റെൽത്തിനെയാണ് കാണിക്കുന്നത്. അതും 10 എയർക്രാഫ്റ്റ്സ് അകത്തേക്ക് ചെന്നിട്ട് കൂടിയും ഒരു സബ്മറൈനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് റഷ്യയ്ക്ക് അനുകൂലമായ ഒരു കാര്യമായി തന്നെ മാറുന്നുണ്ട്. എന്നാൽ ഇതിലുള്ള രസകരമായ ഒരു കാര്യം, അവിടെ സബ്മറൈൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിലാണുള്ളത്. ഈ എയർക്രാഫ്റ്റ് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിൽ ഒരു അബ്നോർമാലിറ്റി പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ എന്തോ ഒരു ഓബ്ജക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ സബ്മറൈൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ റീസെന്റ് ഡേയ്സ് ഡാറ്റാസ് അനലൈസ് ചെയ്തപ്പോൾ അടുത്തിടെയാണ് ആ സബ്മറൈൻസ് പോർട്ടിൽ നിന്നും കാണാതായത്. എത്ര തന്നെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ കരിയർ ബാറ്റിൽ ഗ്രൂപ്പിന്റെ സ്ട്രൈക്കിംഗ് ഡിസ്റ്റൻസിനുള്ളിൽ മാത്രമേ അത് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അത് എസ്കേപ്പ് ചെയ്ത് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. ആർട്ടിക് പ്രദേശത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ സാധ്യതയുണ്ട്. പക്ഷേ റഷ്യ അത് ചെയ്യാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സബ്മറൈൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.